ചില നടിമാരുണ്ട് എന്നെന്നും ഓർക്കാവുന്ന രീതിയിൽ ഒരു വമ്പൻ ഹിറ്റ് തന്ന് എങ്ങോ പോയി മറഞ്ഞവർ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഇവരൊക്കെ ആരാണ്, ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അതിനുള്ള ഉത്തരങ്ങളാണ്. ഗാഥയെ പോലെയും തീപ്പെട്ടിക്കൊള്ളയെ പോലെയും പ്രിയദർശൻ നമ്മൾക്ക് സമ്മാനിച്ച ഒരു കഥാപാത്രമായിരുന്നു മേഘം എന്ന ചിത്രത്തിലെ മീനാക്ഷി. മറ്റേ ആളെവിടെ? ഒരു പോത്തില്ലെവിടെ? മീനാക്ഷിയായി നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ആ നടിയുടെ പേരാണ് പ്രിയ ഗിൽ. 1995 മിസ് ഇന്ത്യ ആയ പ്രിയ. I'm Priya Gill and I'm very happy to be here. I come from the land of love, harmony and peace, India. പിന്നീട് 1996 തേരെ മേരെ സ്വപ്നെ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചത്. ശേഷം അതേ ചിത്രത്തിൽ തന്നെ മികച്ച പുതുമുഖത്തിനുള്ള പുരസ്കാരവും പ്രിയ സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നീട് വിവാഹവുമായി ബന്ധപ്പെട്ട് 2006 എന്നേക്കുമായി പ്രിയ സിനിമാ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഗാഥ എന്ന ഈ ഒരൊറ്റ പേര് മതി ഇവർ ചെയ്ത രംഗങ്ങളെല്ലാം മനസ്സിൽ മിന്നിമായാൻ. ഞാൻ എന്ത് വേണേലും ചെയ്യാം. അത്രത്തോളം മനസ്സിൽ പതിഞ്ഞ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഗിരിജ ഷെട്ടാർ എന്നൊരു നടിയായിരുന്നു. മണിരത്നത്തിന്റെ ഗീതാഞ്ജലി എന്ന തെലുഗു ചിത്രത്തിലൂടെയായിരുന്നു ഗിരിജയുടെ തുടക്കം. അയ്യോ, അർത്ഥം చేసుకోకుండా ലബോ ദിബോమంటూ അരുస్తుంది. ഇവരുടെ രണ്ടാമത്തെ ചിത്രമായ വന്ദനത്തിന് ശേഷവും പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ധനുഷ് കോടി എന്ന ചിത്രത്തിൽ ഗിരിജ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചിത്രം പൂർത്തിയാക്കാൻ പറ്റാത്തതുമൂലം ഗിരിജയെ പിന്നെ നമ്മൾ കണ്ടതേയില്ല. എന്നാൽ ഇന്ന് ഗിരിജ ലണ്ടനിൽ ഒരു കമ്പനിയിൽ എഴുത്തുകാരിയായി ജോലി നോക്കുകയാണ്. എന്നിരുന്നാലും ഗിരിജയെ നീണ്ട 21 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സിനിമാ ലോകത്തേക്ക് കൊണ്ടുവരാൻ കാരണമായത് ഇതാ ഈ കന്നഡ ചിത്രമാണ്. വീണ അഥവാ തീപ്പെട്ടിക്കൊള്ളി എന്ന ഈ കഥാപാത്രം സമ്മാനിച്ച എല്ലാ രംഗങ്ങളും നമ്മുടെ മനസ്സിൽ ഏറെ പതിഞ്ഞവയാണ്. കാശ് ഞാൻ അയച്ചു തരാം. ഭാവന പാണി എന്ന ഈ നടി തേരെ ലിയെ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് ചില തെലുങ്ക് കന്നഡ ചിത്രത്തിന് ശേഷമാണ് വെട്ടത്തിലൂടെ നമുക്ക് മുമ്പിൽ ഇവരെത്തിയത്. പിന്നീട് കുറച്ച് ഹിന്ദി പടങ്ങൾ ചെയ്തെങ്കിൽ പോലും ഇവരിപ്പോൾ നീണ്ട 10 വർഷമായി സഹാറ ഇന്ത്യയുടെ ഭാരതി എന്ന മ്യൂസിക്കൽ പ്രോഗ്രാമിൽ ഒരു പ്രമുഖ നർത്തകിയായി തുടരുകയാണ്. അനാർക്കലി എന്ന ചിത്രം കണ്ടിട്ടുള്ള നിങ്ങളെല്ലാവരും ഒരിക്കലും മറക്കാനിടയില്ലാത്തൊരു കഥാപാത്രമല്ലേ ഈ ഒരു കഥാപാത്രം? ശാന്തനുവിന്റെ പ്രണയിനിയായ നാദിറ ഇമാം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രിയ ഗോർ എന്നൊരു നടിയായിരുന്നു. സീരിയലുകളിൽ തുടങ്ങിയ പ്രിയ 2013 ജസ്റ്റ് യു ആൻഡ് മീ എന്ന പഞ്ചാബി ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അനാർക്കലിയിലൂടെ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച പ്രിയാൽ പിന്നീട് ഗോഡ് ബ്ലെസ് യു എന്നൊരു മലയാള സിനിമയിൽ സൈൻ ചെയ്തിട്ടുമുണ്ടായിരുന്നു. പക്ഷേ പടമിറങ്ങിയപ്പോൾ പ്രിയാൽ അതിലുണ്ടായിരുന്നില്ല. സിനിമ ലഭിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. പഴയ പോലെ തന്നെ പ്രിയാൽ സീരിയലുകളിൽ ഇപ്പോഴും സജീവമാണ്. ഇതാരാണെന്ന് മനസ്സിലായോ? മനസ്സിലായവർ കമന്റിലൂടെ പറയണേ. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം. ഹലോ എന്ന ചിത്രത്തിൽ നമ്മുടെ ലാലേട്ടന്റെ നായികയെ വന്ന ഹീറോയിനെ ഓർക്കുന്നില്ലേ? അവർ തന്നെയാണ് ഇത്. എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ അദ്ദേഹത്തോടൊപ്പം വന്ന് താമസിച്ചതാ. നിരവധി സൗന്ദര്യ മത്സരങ്ങളിൽ വിജയം കൈവരിച്ചിട്ടുള്ള പാർവതി മെൽട്ടൻ എന്ന ഈ നടിയുടെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് 2005 വെണ്ണില എന്നൊരു തെലുഗു ചിത്രത്തിലൂടെയാണ്. ఓ హీరో గారు మాత్రం గ్లాస్ మిస్ అయ్యారు. ఇలాంటి సినిమాలు చాలా చూసాం మిస్టర్. ഹലോ എന്ന ചിത്രത്തിന് ശേഷവും ഒരു ക്യാമിയോ റോളിലൂടെ പാർവതി മലയാള സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. പിന്നീട് ദൂക്കുഡു എന്നൊരു തെലുഗു ചിത്രത്തിൽ ഇവർ അവതരിപ്പിച്ച ഐറ്റം ഡാൻസ് വളരെ പ്രസിദ്ധി ആർജിച്ചതുകൂടിയാണ്. വിവാഹത്തെ തുടർന്ന് 2012 സിനിമാ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ പാർവതി ഇന്നൊരു മോഡലായി തുടരുന്നു. പ്രിയം എന്ന ചിത്രത്തിലൂടെ നമ്മുടെയെല്ലാം പ്രിയങ്കരിയായി മാറിയ ഒരു കഥാപാത്രമാണല്ലോ ആനി. എന്നെന്നും ഓർത്തു വെക്കാനായി ഒരൊറ്റ കഥാപാത്രം മാത്രം തന്ന് എന്നേക്കുമായി സിനിമയോട് വിട പറഞ്ഞ ആ നടിയുടെ പേരാണ് ദീപ നായർ. ഹായ് എവ്രിവൺ, ഞാൻ ദീപ നായർ. പ്രിയത്തിന് മുൻപ് ഏഷ്യാനെറ്റിൽ ചില പ്രോഗ്രാമുകൾ ഹോസ്റ്റ് ചെയ്തായിരുന്നു ദീപയുടെ തുടക്കം. പ്രിയത്തിന് ശേഷം തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും ഒട്ടനവധി അവസരങ്ങൾ വന്നിട്ട് പോലും തന്റെ വിദ്യാഭ്യാസത്തെ അത് ബാധിക്കും എന്നൊരൊറ്റ കാരണത്താലാണ്
ദീപ സിനിമാ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞത്. അങ്ങനെ ദീപയ്ക്ക് വന്ന ഒരു കഥാപാത്രമായിരുന്നു സഹയാത്രികർക്ക് സ്നേഹപൂർവ്വം എന്ന ചിത്രത്തിൽ കാവ്യ മാധവൻ ചെയ്തത്. ഇന്ന് ദീപ തന്റെ ഭർത്താവിനും 2 കുട്ടികൾക്കുമൊപ്പം ഓസ്ട്രേലിയയിലാണ് ജീവിക്കുന്നത്. എന്നെ പോലെ പഴയ മലയാള ചിത്രങ്ങൾ തേടി പിടിച്ച് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാനിടയുള്ള ഒരു നടിയാണിവർ. മുൻവശത്തെ വാതിൽ എന്തായാലും തുറന്നിടരുത്. ആ, ഉച്ചയ്ക്ക് വരാന്നേ. കിലുക്കാംപെട്ടി എന്ന ഈ ചിത്രത്തിൽ അനൂപിള്ളയായി നമ്മുടെ മനസ്സിൽ കേറിക്കൂടിയ ആ നടിയുടെ പേരാണ് സുജിത്ര കൃഷ്ണമൂർത്തി. 1987-88 കാലഘട്ടങ്ങളിലെ ചുനോത്തി എന്നൊരു സീരിയലിലൂടെയായിരുന്നു സുചിത്രയുടെ തുടക്കം. 90കളിലെ ചില പോപ്പുലറായ പരസ്യങ്ങളിലും ഇവരെ നമുക്ക് കാണുവാൻ സാധിക്കും. കിലുക്കാംപെട്ടിക്ക് ശേഷം ഏതാനും ഹിന്ദി, തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ച സുചിത്ര ഒരു എഴുത്തുകാരിയും ഗായികയുമായി അങ്ങ് ബോളിവുഡിൽ തുടരുന്നു. എന്നെന്നും കണ്ണേട്ടന്റെ എന്നൊരൊറ്റ ചിത്രം കൊണ്ട് മലയാള മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു കഥാപാത്രമാണ് രാധിക. രേണു, ഇവിടെങ്ങാണ്ട് പണ്ടൊരു സർപ്പക്കാവില്ലായിരുന്നു? അതിനടുത്ത് എവിടെയോ ഒരു അരളിമരമില്ലായിരുന്നു? ശേഷം രാധികയെ അവതരിപ്പിച്ച സോണിയ ജി നായർക്ക് നിരവധി അവസരങ്ങൾ വന്നെങ്കിൽ പോലും തന്റെ ഡാൻസിംഗ് ഭാവിക്ക് വേണ്ടി അതെല്ലാം ഉപേക്ഷിക്കുകയായിരുന്നു നടി. ഡാൻസ് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയം. MSc MPhil വരെ ചെയ്തു. ഇന്ന് സോണിയ PhD എല്ലാം എടുത്ത് ഒരു നർത്തകിയായി ഓസ്ട്രേലിയയിൽ തുടരുകയാണ്. ഞാനിപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് പെർത്ത്, ഓസ്ട്രേലിയ. അവിടെ എനിക്കൊരു ഡാൻസ് സ്കൂളുണ്ട്. ഇനിയും ഉണ്ടാകാം ഒരൊറ്റ സിനിമ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ചില നടിമാർ. അത്തരത്തിൽ ഞങ്ങൾ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും നടിമാരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള രസകരമായ വീഡിയോകളുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.